ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് വോളിയം ഓഫ് റെക്ടാംഗുലർ ബ്ലോക്സ് എന്നുള്ള പോർഷൻ ആണ്. ഓക്കെ, റെക്ടാംഗുലർ ബ്ലോക്ക് വരയ്ക്കാൻ പഠിക്കുന്നത് വളരെ നല്ലതാണ്. റെക്ടാംഗുലർ ബ്ലോക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു റെക്ടാംഗിൾ വരയ്ക്കുന്നു, അതിന്റെ പുറകിൽ വേറൊരു റെക്ടാംഗിൾ ഏകദേശം അതേ സൈസിൽ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കോർണർ ടു കോർണർ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ കിട്ടിയതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു റെക്ടാംഗുലർ ബ്ലോക്ക്. അതില് പല മെഷേഴ്സ് ഉണ്ടല്ലേ. ഇതില് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഈ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. പൊതുവെ ഈ ലെങ്ത് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഹൈയസ്റ്റ് ലോങ്സ്റ്റ് സൈഡ് വരുന്നത്. അത് എൽ എന്ന് നൊട്ടേറ്റ് ചെയ്യാറുണ്ട്. ഇത് ബ്രെഡ്ത്ത് അല്ലെ, വീതി എന്ന് പറയും. ബി ആൻഡ് ഹൈറ്റ് എച്ച്. അപ്പൊ വോളിയം കണ്ടുപിടിക്കാൻ വോളിയം എന്നുള്ളതിനെ ചുരുക്കി നമ്മൾ വി എന്ന് എഴുതാറുണ്ട്. വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഇനി ഇതിനകത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാ വരുന്നത്. The length, breadth and height of a brick are 21 centimeters, 15 centimeters and 70 centimeters. What is its volume? Volume എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും അവർ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. 21 അല്ലെ, ലെങ്ത് തന്നിട്ടുണ്ടല്ലോ. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് അതേ ഓർഡറിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ലെങ്ത് തന്നിരിക്കുന്നത് 21 സെന്റിമീറ്റേഴ്സ്, ബ്രെഡ്ത്ത് തന്നിരിക്കുന്നത് 15 സെന്റിമീറ്റേഴ്സ് ആൻഡ് ഹൈറ്റ് തന്നിരിക്കുന്നത് 7 സെന്റിമീറ്റേഴ്സ്. അപ്പൊ ഇവിടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇങ്ങനെ ചെയ്താൽ മതി അല്ലേ. അപ്പൊ ഇതില് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21 ഇൻറ്റു 15, ഇത് ചെയ്യുമ്പോൾ 5 ഇൻറ്റു 1 5 എന്ന് വന്നു, 5 ഇൻറ്റു 2 10 എന്ന് വന്നു. ഈ 1 കൊണ്ട് 21 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21. ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് വേണം എഴുതാൻ, എന്നിട്ട് ആഡ് ചെയ്യുന്നു 5 1 3. ഇപ്പൊ 21 ഇൻറ്റു 15 ചെയ്തു. ഇനി ഒരു 7 കൂടി ഉണ്ട് അല്ലേ മൾട്ടിപ്ലൈ ചെയ്യാൻ. സോ 7 5 35, ബാക്കി 3 ഉണ്ട്. 7 7 3 10, ബാക്കി 1 ഉണ്ട്. 7 3 21, 21 1 22. അപ്പൊ 2205. ഇനി ഇത് സെന്റിമീറ്റർ ആയിരുന്നു അല്ലെ, സൈഡുകളെല്ലാം ഇരുന്നത്. അപ്പൊ ഇത് സെന്റിമീറ്റർ ക്യൂബ് എന്നാണ് വോളിയം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A rectangular cube of iron is of side 8 centimeters. ഇപ്പൊ ഒരു ക്യൂബ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യൂബ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഒരേ മെഷർ ആയിരിക്കും. ഒരു സൈഡ് 8 ആണെന്നുണ്ടെങ്കിൽ 3 സൈഡും 8 ആയിരിക്കും. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? അപ്പം ലെങ്ത് എന്ന് പറയുന്നതും ബ്രെഡ്ത്ത് എന്ന് പറയുന്നതും ഹൈറ്റ് എന്ന് പറയുന്നതും സെയിം ആണ്, 8 സെന്റിമീറ്റർ ആണ്. കാരണം ഇത് ഒരു ക്യൂബ് ആണ്. ഇനി വോളിയം ചോദിച്ചിട്ടുണ്ട് അല്ലെ. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ എല്ലാം 8 ആണ് അല്ലെ. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും 8 വെച്ച് തന്നെയാണ്. അപ്പൊ സെന്റിമീറ്റർ ക്യൂബ്, ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് ആണ് വരുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വോളിയത്തിന്റെ നമ്മൾ യൂണിറ്റ് എഴുതുമ്പോൾ സെന്റിമീറ്റർ ക്യൂബ് എന്ന് തന്നെ എഴുതണം. ഓക്കെ, ഇതിന് 8 ഇൻറ്റു 8 64. അതിനെ ഒന്നും കൂടി 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 8 ഇൻറ്റു 8 64 ഇൻറ്റു 8 എന്നാലും 32, ബാക്കി 3 6 48 3 51. സോ 512 സെന്റിമീറ്റർ ക്യൂബ് ആണ് വോളിയം ഉണ്ട്. ഇനി അവിടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, കുറച്ച് കാര്യങ്ങളും കൂടി ചോദിച്ചിട്ടുണ്ട്. 1 ക്യൂബിക് സെന്റിമീറ്റർ ഓഫ് അയൺ വെയ്സ് 8 grams. അതായത് 1 സെന്റിമീറ്റർ ക്യൂബിന്റെ വെയിറ്റ് 8 gram ആണ് അത്രേ. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ലാർജ് ക്യൂബ്? അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ മെഷർമെന്റ് ഉള്ള ക്യൂബിന്റെ വെയിറ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 1 സെന്റിമീറ്റർ ക്യൂബിന് 8 gram ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് എത്രയാ? 512 സെന്റിമീറ്റർ ക്യൂബിന് വെയിറ്റ് കൂടും അല്ലെ. 1 സെന്റിമീറ്റർ ക്യൂബിന് തന്നെ 8 ആണ്, 8 gram ആണ് മാസ് വരുന്നത്. അപ്പോ വെയിറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 512നെ 512 ഇൻറ്റു 8 ചെയ്യണം. ഓക്കെ, 8 2 16, 8 8 9, 8 5 40. സോ 4096 gram ആയിരിക്കും വെയിറ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Okay, fourth slide. A wooden block of length 8 centimeters and breadth 4 centimeters has a volume of 180 cubic centimeters. അപ്പൊ ലെങ്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട് അല്ലേ. വാട്ട് ഈസ് ഇറ്റ്സ് ഹൈറ്റ് എന്നാണ് ചോദിക്കുന്നത്.
അപ്പൊ വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് നമുക്കറിയാം. ഇവിടെ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ലെങ്ത് 8 സെന്റിമീറ്റർ എന്നുണ്ട്, ബ്രെഡ്ത്ത് 4 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, വോളിയം 180 സെന്റിമീറ്റർ ക്യൂബ് അല്ലെ. ക്യൂബിക് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യൂബിക് സെന്റിമീറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതാം. ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും നമുക്ക് ലെങ്ത് അറിയാം 8, ബ്രെഡ്ത്ത് അറിയാം 4, ഹൈറ്റ് അറിയത്തില്ല അല്ലെ. ഹൈറ്റ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം 8 ഇൻറ്റു 4 ഇൻറ്റു എച്ച്, ഇതാണ് നമുക്ക് 180 ആണെന്ന് തന്നിരിക്കുന്നത് ആണല്ലോ. അപ്പം 8 ഇൻറ്റു 4 ഇവിടുന്ന് മാറ്റണം, എന്നാലേ എനിക്ക് എച്ച് കിട്ടുള്ളൂ ആണല്ലോ. ഇവിടെ 8 ഇൻറ്റു 4, ഇവിടുത്തെ ജോലി എന്താണ്? 8 ഇൻറ്റു 4ന്റെ ജോലി മൾട്ടിപ്ലിക്കേഷൻ, അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവണം. ഓക്കെ, എച്ച് കിട്ടണം എനിക്ക്. എച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് 8 ഇൻറ്റു 4 റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ 180/8 ഇൻറ്റു 4 എന്ന് വരും. കണ്ടോ, മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്ന ജോലി ഈക്വൽ ടു സിമ്പിളിന്റെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ. ഇനി 180 ഇത് ഫ്രാക്ഷൻ ആയിട്ട് തന്നെ അങ്ങ് ഹാൻഡിൽ ചെയ്താൽ മതി, എന്നാൽ ചെയ്യാൻ എളുപ്പമുണ്ടാവും. 180/4 ഉണ്ട് അല്ലേ, രണ്ടും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 180നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താല് നോക്കാം, 4 ഇൻറ്റു 4 16 എന്ന് വരും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 2, 20യിൽ 5 ടൈംസ്, ഇവിടെ 45 എന്ന് വന്നു അല്ലേ 180/4 ചെയ്തപ്പോ. ഇനി 45/8 ആണ് ആൻസർ വരുന്നത്. 45/8 സെന്റിമീറ്റേഴ്സ് എന്നാണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. The table shows measurement of some rectangular blocks. Calculate the missing measurements. അപ്പം ഓരോ ബ്ലോക്ക് ബൈ ബ്ലോക്ക് ആയിട്ട് അവർ വാല്യൂസ് തന്നിട്ടുണ്ട്. CC എന്നിട്ടിരിക്കുന്നത് ക്യൂബിക് സെന്റിമീറ്റർ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്. ക്യൂബിക് സെന്റിമീറ്റർ എന്നുള്ളതാണ് ഈ CC എന്നിട്ടിരിക്കുന്നത്. ഇവിടെ 3, 8, 7 ആണ് അല്ലെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. വോളിയം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യണം. അപ്പൊ 3 ഇൻറ്റു 8 ഇൻറ്റു 7. അപ്പൊ ഇതാരാ? 8 ഇൻറ്റു 3 24. 24 ഇൻറ്റു 7 ചെയ്താൽ കിട്ടും. അപ്പം 168 എന്ന് കിട്ടും. അത് നമുക്ക് ഇവിടെ എഴുതാം. 168 സെന്റിമീറ്റർ ക്യൂബ് ആണ് വരുന്നത്. ഇനി അടുത്തത് 6 ഇൻറ്റു 4 ഇൻറ്റു 5, അതായിരിക്കും വോളിയം വരുന്നത് അല്ലേ. അപ്പോ 6 ഇൻറ്റു 4 ഇൻറ്റു 5, ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പം 4 ഇൻറ്റു 5 എന്ന് ചെയ്യാം. ഓക്കെ, അപ്പൊ 6 ഇൻറ്റു 4 ഇൻറ്റു 5 20 എന്ന് വേണം അല്ലേ. 6 ഇൻറ്റു 2 എത്രയാ? 12. പിന്നെ അതിന്റെ കൂടെ ഒരു 0യും കൂടി ഇട്ടാൽ മതി. അപ്പൊ 120 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇനി ഇവിടെ 6 ഇൻറ്റു 4, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടില്ല, പക്ഷെ വോളിയം തന്നിട്ടുണ്ട്. കണ്ടോ, അവിടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തേർഡ് കോളം ആണ്, തേർഡ് റോ ആണ്. തേർഡ് റോ ഇതിനകത്ത് ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട് അല്ലെ. അപ്പൊ 6 ഇൻറ്റു 4 ഇൻറ്റു ഹൈറ്റ് നമുക്ക് അറിയത്തില്ല, അതിന് H എന്ന് കൊടുത്തേക്കാം. ഇതാണ് നമുക്ക് 48 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം H കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 6 ഇൻറ്റു 4നെ എടുത്ത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം അല്ലെ. അപ്പൊ 48/6 ഇൻറ്റു 4 എന്ന് വരും. അപ്പോഴോ ഇതിനകത്ത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. 6ന്റെ ടേബിളിലുണ്ട് 48 അല്ലേ. 6 ഇൻറ്റു 8 ആണ് 48. അപ്പം 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. അപ്പൊ ഹൈറ്റ് 2 സെന്റിമീറ്റർ ആണെന്ന് കിട്ടും. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യനകത്ത് ലെങ്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് മിസ്സിംഗ് ആണ്, ഹൈറ്റ് 2 തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ വരുന്നത് 8 ഇൻറ്റു ബ്രെഡ്ത്ത് നമുക്കറിയത്തില്ല, B എന്ന് തന്നെ കിടക്കട്ടെ. ഓക്കെ, ഇത് B ആണ്. എന്നിട്ട് ഹൈറ്റ് 2 തന്നിട്ടുണ്ട്. ഈ വോളിയം ആണ് എത്ര? 48 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് ബ്രെഡ്ത്ത് ആണ് കിട്ടേണ്ടത്. അപ്പൊ 8 ഇവിടുന്ന് കൊണ്ടുപോകണം, 2 കൊണ്ടുപോകണം. 8ന്റെയും 2ന്റെയും ഇപ്പോഴത്തെ ജോലി മൾട്ടിപ്ലിക്കേഷൻ ആണ്, അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ 48/8 ഇൻറ്റു 2 എന്ന് വരും. ഓക്കെ, അതിനകത്ത് 48ഉം 8ഉം ഡിവിസിബിൾ ആണ് അല്ലെ. ആണല്ലോ. 8 ഇൻറ്റു 6 ആണ് 48. അപ്പം 8 ഇവിടെ 1 വരും, 48ന്റെ അവിടെ 6 എന്ന് വരും. അപ്പൊ അവസാനം വന്നപ്പോൾ 6 ഡിവൈഡ് ബൈ 2 അല്ലേ. താഴെ 2 മുകളിൽ 6, 6/2 3 എന്ന് വരും. അപ്പൊ ഇവിടെ 3 ആണ് ബ്രെഡ്ത്ത് ആയിട്ട് വരുന്നത്.
ഇനി അടുത്തത് ഫിഫ്ത്ത് വൺ നമുക്ക് നോക്കാം. ഫിഫ്ത്ത് വൺ എഴുതാൻ കുറച്ച് സ്ഥലം വേണമായിരുന്നു, ഒരു മിനിറ്റ്. ഓക്കെ, ഫിഫ്ത്ത് വണ്ണില് അതില് നമുക്ക് ലെങ്ത് തന്നിട്ടില്ല അല്ലെ, ലെങ്ത് തന്നിട്ടില്ല, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് ഉണ്ട്, വോളിയം ഉണ്ട്. അപ്പൊ ലെങ്ത് അറിയാത്തതുകൊണ്ട് നമുക്ക് എല്ലാം ഇട്ടേക്കാം. ബ്രെഡ്ത്ത് 2 എന്ന് തന്നിട്ടുണ്ട്, ഹൈറ്റും 2 എന്ന് തന്നിട്ടുണ്ട്. ഇതാണ് വോളിയം 48 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ലെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് 2 × 2 എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ജോലി എന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും ജോലി. അപ്പൊ 48 കണ്ടോ, ഡിവിഷൻ താഴോട്ട് പോയി, 2 × 2. അതിൽ 48നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 48ന്റെ പകുതി 24. 24/2 എന്ന് പറഞ്ഞാൽ 24ന്റെ പകുതി 12. അപ്പൊ ഇവിടെ 12 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് 6th വൺ നോക്കാം. ഓക്കെ, 6th വണ്ണില് ലെങ്ത് മിസ്സിംഗ് ആണ് അല്ലെ. 6th വൺ അവിടെ ലെങ്ത് ഇല്ല, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ഓക്കെ, ബ്രെഡ്ത്തും ഹൈറ്റും ഉണ്ട്, വോളിയവും തന്നിട്ടുണ്ട്. അപ്പൊ ലെങ്ത് അറിയാത്തതുകൊണ്ട് എല്ലാം ഇട്ടു. ബ്രെഡ്ത്ത് 2, ഓക്കെ, അതുപോലെ ഹൈറ്റ് 4. ഇത് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 80 എന്ന വോളിയം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ലെങ്ത് കിട്ടണമെങ്കിലോ 80/2 × 4 അല്ലെ, 2ഉം 4ഉം അപ്പുറത്തോട്ട് പോവാണ്. ഇനി 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പകുതിയാക്കുക അല്ലെ, 40. 40/4 എന്ന് പറഞ്ഞാലോ 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 കിട്ടും. അപ്പൊ ആ വാല്യൂം കിട്ടി. ഇനി ലാസ്റ്റ് റോ 7th വണ്ണായിട്ടിരിക്കുന്നത്, അവിടെ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലെ, ബ്രെഡ്ത്ത് മിസ്സിംഗ് ആണ്, അതുപോലെ ഹൈറ്റും തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. അപ്പൊ ലെങ്ത് 14, ബ്രെഡ്ത്ത് അറിയാത്തതുകൊണ്ട് ബി എന്ന് കിടക്കട്ടെ, ഹൈറ്റ് 5, ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടിയ വോളിയം 210. ഓക്കെ, അപ്പൊ ഇവിടുന്ന് 14ഉം 5ഉം ഇവരുടെ രണ്ടുപേരുടെയും ജോലി മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആവും. ബി ഈസ് ഈക്വൽ ടു 210 ഡിവൈഡ് ബൈ താഴോട്ട് പോവാണ് ഇവിടുത്തെ 14ഉം 5ഉം. അപ്പൊ 14 × 5. ഇതില് 210 21 എന്ന് പറയുന്നത് 7ന്റെ ടേബിളിൽ കണ്ടിട്ടില്ലേ, 7 × 3 അല്ലേ 21 അല്ലേ. അതുപോലെ ഇത് 14ഉം 7ന്റെ ടേബിളിലുള്ള ആളാണ്. 7 × 2 ആണ് 14. അപ്പൊ നമുക്ക് 7 കൊണ്ട് കട്ട് ചെയ്യാം, അതായത് 7 കൊണ്ട് 210നെ ഡിവൈഡ് ചെയ്യാം, 14നെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 210നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 21ല് 7 ഡിവൈഡ് ചെയ്താൽ 3 ആ കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഇവിടെ ഒരു 0യും കൂടി കൊടുത്താൽ മതി അല്ലെ. ഇവിടെ ഇപ്പൊ 13 വരും. അതുപോലെ 14നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ 2 ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് വന്നത് 30/2 × 5 ആണ്. ഇനിയിപ്പോ ഇതിനകത്ത് കട്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ആള് ആ 5ഉം 30ഉം അല്ലെ. 5ന്റെ ടേബിളിൽ 30 ഇരിപ്പുണ്ടല്ലോ, 6 × 5 ആണ്. അപ്പൊ 6/2 എന്ന് വന്നു. 6/2 എന്ന് പറഞ്ഞാൽ 3. അപ്പൊ ഇവിടെ 3 സെന്റിമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് സിക്സ്ത് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. What is the volume of a rectangular block of length 4 cm, breadth 3 cm, height 1 cm? അപ്പൊ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ആ ഇൻറ്റു എന്ന് എഴുതിയില്ലെങ്കിലും ചുമ്മാ LBH എന്ന് എഴുതിയാലും അതിന്റെ അർത്ഥം മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് മാത്സിൽ. LBH എന്ന് എഴുതിയാലും മതി. ലെങ്ത് 4 എന്ന് വന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് 3 ഉണ്ട്, ഹൈറ്റ് 1 ഉണ്ട്. അപ്പൊ 3 × 4 എത്ര വരും? 12 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അതിന് 12 cc എന്ന് വേണമെങ്കിലും എഴുതാം. ഇനി ഇഫ് ദ ലെങ്ത് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആർ ഡബിൾഡ്, എല്ലാവർക്കും എന്ത് പറ്റി? എല്ലാവരും ഡബിൾ ആയി എന്ന് പറയുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ വോളിയം? അപ്പൊ ലെങ്ത് ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ 4ന്റെ ഡബിൾ 8 വന്നു. അതുപോലെ ബ്രെഡ്ത്ത് ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ 3യുടെ ഡബിൾ 6 വരും. അതുപോലെ നമ്മുടെ ഹൈറ്റ് 1 ആയിരുന്നു, അതിന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 2 വരും. ഇപ്പൊ എന്ത് പറ്റി എന്നാ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ വോളിയം അല്ലെ, ആദ്യം പറഞ്ഞ ആളുടെ വോളിയം അല്ല, അതിന് ചെറിയ ചേഞ്ചുകൾ വരുത്തിയിട്ട് രണ്ടാമത്തെ ബ്ലോക്കിന്റെ വോളിയം എടുക്കുക. അതുകൊണ്ട് V' എന്ന് എഴുതാം, അല്ലെങ്കിൽ V2 എന്നും വേണമെങ്കിൽ എഴുതാം, V2 എന്ന് എഴുതാം. ഓക്കെ, രണ്ടാമത്തെ ബ്ലോക്കിന്റെ വോളിയം വരുന്നത് 8 × 6 × 2 എന്നായിരിക്കും. ഇതിൽ എളുപ്പമുള്ള മൾട്ടിപ്ലിക്കേഷൻ 6 × 2 ചെയ്യാം. അപ്പൊ 12 എന്ന് കിട്ടും. 12 × 8 ചെയ്താൽ മതി അല്ലേ. 12 × 8 2 16, ബാക്കി 1 എണ്ണം 8 1 9. അപ്പൊ ഇത് 96 cubic centimeters. ഓക്കെ, 96 cubic എന്ന് പറയുന്നത് CU എന്ന് ഇട്ടാലും മതി.
സെന്റിമീറ്റേഴ്സ്. ഓക്കെ, പല രീതിയിൽ എഴുതാം. അപ്പൊ വാട്ട് ഹാപ്പൻസ് ടു ദ വോളിയം? വോളിയം കൂടിയിട്ടുണ്ടല്ലേ, ഹൗ മെനി ടൈംസ് ആയെന്ന് ചിലപ്പോൾ ചോദിക്കും. ഇത് 96ഉം 12ഉം തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അതായത് രണ്ടാമത് കിട്ടിയ വോളിയം ആദ്യത്തെ വോളിയത്തിന്റെ എത്ര ടൈംസ് ആണെന്ന് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് 96 അല്ലേ, രണ്ടാമത് കിട്ടിയ വോളിയം 96, ആദ്യം ഉണ്ടായിരുന്നത് 12. അപ്പൊ 96നെ നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ 96ഉം 12ഉം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ, അതായത് പകുതിയാക്കി എടുക്കാൻ പറ്റും. 96ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 48, അതുപോലെ 12ന്റെ പകുതിയോ 6. അപ്പൊ 6ഉം 48ഉം 6ന്റെ ടേബിളിലുള്ള ആളാണ് 48 അല്ലേ, അപ്പം 6 into 8 ആണ്. അപ്പൊ 8 ടൈംസ് ആയിട്ടുണ്ട്. അതായത് സൈഡ് എല്ലാം ഡബിൾ ആക്കി കഴിയുമ്പോൾ വോളിയം 8 ടൈംസ് ആയിട്ടാണ് കൂടി വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, വോളിയം ഓഫ് മിക്സഡ് ഫിഗേഴ്സ് ആണ്, അതായത് പല പല ബ്ലോക്സുകൾ ഒന്നിച്ച് വെച്ചിട്ട് വോളിയം ചോദിക്കുകയാണ് അല്ലെ. ഇത് കണ്ടോ, ഇതിനകത്ത് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് എണ്ണി നോക്കണം. 1 1 2 3. പിന്നെ ഇതിന്റെ ഇടയിൽ ഓരോ കഷ്ണങ്ങളായിട്ടും ഇരിപ്പുണ്ട്. ഓക്കെ, ഇത് നമുക്ക് പല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ആ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ അവരവരുടെ സൗകര്യം അനുസരിച്ച് മാറ്റിയെടുക്കാം. നമുക്കിപ്പോ തൽക്കാലം ഒരു കാര്യം ചെയ്യാം. ഇതിന് എത്ര ബ്ലോക്സ് ആക്കാം എന്ന് നോക്കാം. നമുക്ക് ഇങ്ങനെ ഒരൊറ്റ വര വരച്ചു എന്ന് വിചാരിച്ചു. ഓക്കെ, ഇങ്ങനെ ഒരൊറ്റ വര വരച്ച് വെച്ചിട്ട് ഇവിടുന്ന് നേരെ താഴോട്ടുണ്ടേ ഇങ്ങനെ. അതായത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു കളർ അടിച്ച പോർഷൻ ഇല്ലേ, ആ കളർ അടിച്ച പോർഷൻ മൊത്തം ഒരൊറ്റ ബ്ലോക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നോക്കാം നമുക്ക്. അപ്പൊ എങ്ങനെയാ കിട്ടുന്നത്? ഇവിടെ ഈ ബ്ലോക്കില്ലേ, ഇവിടുന്ന് ഇത്രയും പോർഷൻ, അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇത്രയും പോർഷൻ ഒരൊറ്റ ബ്ലോക്ക് ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് മറ്റേതിനെയും നമുക്ക് പല പല ബ്ലോക്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇവിടെ അപ്പൊ ഒരു വലിയ ബ്ലോക്ക് ഉണ്ട്, പിന്നെ 3 കുഞ്ഞു കുഞ്ഞു ബ്ലോക്സ് ഉണ്ട്. അങ്ങനെയല്ലേ പിരിക്കുന്നത്? 3 കുഞ്ഞു കുഞ്ഞു ബ്ലോക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഒന്നാമത് ഈ മഞ്ഞ കളർ അടിച്ചത് ഒരു ബ്ലോക്ക് ഉണ്ട്. പിന്നെ നമുക്ക് ഒരെണ്ണത്തിന് ബ്ലൂ കളർ കൊടുത്തേക്കാം. ഈ ബ്ലൂ കളർ അടിച്ച ഒരു ബ്ലോക്ക് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് ഒരാൾക്ക് ഒരു ഗ്രീൻ കളർ കൊടുത്തേക്കാം. ഈ ഗ്രീൻ കളർ അടിച്ച ഒരു ബ്ലോക്ക് ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞ 4 ബ്ലോക്ക് ആയിട്ട് നമ്മൾ ഈ തന്ന ഫിഗറിനെ ഡിവൈഡ് ചെയ്തെടുക്കും. ഇതിന്റെ ഇടയിൽ കൂടെ കാണുന്ന പോർഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റെഡ് കളർ കൊടുത്ത ആ ഒരു ബ്ലോക്കിൽ തന്നെ പെട്ടയാളാണ് അല്ലെ, റെഡ് കളറിനൊക്കെ പെട്ടയാളാണത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്തായിരുന്നു? ഇയാളുടെ വോളിയം, ടോട്ടൽ വോളിയം വേണം. അപ്പൊ നമ്മളിപ്പോ ഇതിനെ മൊത്തത്തിൽ നോക്കിയാൽ 4 ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ആണല്ലോ. ഇവിടുത്തെ മെഷേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്, 4 4 ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ വലിയ റെഡ് കളറിലുള്ള ബ്ലോക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും അറിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു പാർട്ടിന്റെയും വോളിയം എടുക്കാൻ പറ്റും അല്ലേ. അങ്ങനെ നോക്കാം. അതുപോലെ ഈ ഗ്രീൻ കളേർഡ് പാർട്ട്, ഇവിടെ ഈ ഗ്രീൻ കളേർഡ് പാർട്ടും യെല്ലോ കളേർഡ് പാർട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരേ വോളിയം ഉള്ളവരാ. കാരണം സൈഡിന്റെ മെഷർ നോക്കിയേ, ഇവിടെ 8 കാണാനുണ്ട്, അപ്പുറത്തെ സൈഡിൽ 8 കാണാനുണ്ട്. ഇവിടെ ഹൈറ്റ് 2 ആ, അതേ ഹൈറ്റ് ആയിരിക്കും അപ്പുറത്തും വന്നത് ഉറപ്പാ. പിന്നെ ഇവിടെയോ, ഇവിടെ ഒരു 4 ഉണ്ട് അല്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞ് ഇവർ രണ്ടും ഒരേ ടൈപ്പ് ആണേ, ഇവർ രണ്ടും ഒരേപോലെ ഇരിക്കുന്നവരാ. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം അവരുടെ തന്നെ വോളിയം ഒന്ന് കണ്ടുപിടിച്ചേക്കാം. ഓക്കെ, ഏതാണ് ആ ഗ്രീൻ കളേർഡ് ഇട്ടിരിക്കുന്ന ആളുടെ ഈ ഗ്രീൻ കളറിൽ ഇട്ടിരിക്കുന്ന ആളുടെ വോളിയവും അതുപോലെ ഈ യെല്ലോ കളറിൽ ഇവിടെ അടിച്ചു വെച്ചിരിക്കുന്ന ആളുടെ വോളിയം നോക്കാം. ഇതില് ഈ 12 എന്ന് പറയുന്നത് 12 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് അല്ലെ. യെല്ലോ കളറിൽ എഴുതിയിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമുക്ക് കുറച്ച് ഡാർക്ക് കളർ ആക്കാം. നോക്കിയേ, 12 എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണ്. പക്ഷെ നമുക്ക് അത്രയും ലെങ്ത് ഇപ്പൊ ഈ മഞ്ഞ കളർ അടിച്ചു വെച്ച ബ്ലോക്കിന് ഇല്ല. 8 ഉള്ളൂ. കണ്ടോ, ഇവിടെ സൈഡിൽ എഴുതി വെച്ചേക്കുന്ന കണ്ടോ, 8 ആണ് ഇവരുടെ ലെങ്ത് വരുന്നത്. അപ്പൊ ലെങ്ത് 8 ഉണ്ട് കേട്ടോ. ലെങ്ത് എല്ലാം സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ട്. ബ്രെഡ്ത്ത് ഇവിടെ 4 എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്രെഡ്ത്ത് 4 സെന്റിമീറ്റർ ഉണ്ട്, ഹൈറ്റ് 2 സെന്റിമീറ്ററും ഉണ്ട്. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ഇയാളുടെ കാര്യം തീരുമാനമായല്ലോ. അത് കിട്ടി അല്ലേ. 8 into 4 into 2. 4 into 2 എന്ന് പറഞ്ഞാൽ 8. അപ്പൊ 8 into 8 64 സെന്റിമീറ്റർ ക്യൂബ് ആണ്
നമ്മൾ ഈ മഞ്ഞ കളറിൽ അടിച്ചു വെച്ച ഈ ഒരു ബ്ലോക്കിന്റെ വോളിയം. ഇനി അതേപോലെ ഒരാൾ മുകളിൽ ഇരിപ്പുണ്ട് അല്ലെ, ഇതും സെയിം ആയിരിക്കും, സെയിം വോളിയം ആയിരിക്കുള്ളൂ. കാരണം എന്നാന്ന് വേറെ കുറെ രീതിയിൽ ആലോചിക്കാൻ പറ്റുമേ. ഇതില് ഇവിടെ 4 ഉണ്ട് അല്ലെ, 4 4 4 4 കണ്ടോ, 4 4 ഇതിലെ പോയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ നേരെ ആലോചിച്ച് നോക്കി, ഇവിടുന്ന് ഇങ്ങോട്ടൊരു 4 ഉണ്ട്, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള 4ഉം ശരിക്കും ഇങ്ങനെ ലെങ്ത് ആലോചിച്ച് നോക്കി, 4 4 4 4 4 പ്ലസ് 4 പ്ലസ് 4 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ എത്രയാ, 4 4 16. അപ്പൊ 16 അവിടം വരെ വന്നിട്ടുള്ളൂ. ടോട്ടൽ ഇവിടെ 20 എന്ന് തന്നിരിക്കുന്നുണ്ടോ, ഇവിടെ 20 എന്ന് തന്നിട്ടുണ്ട്. അതിൽ 16 പോയി, 20 16 പോയ ബാക്കി 4 തന്നെയാ. അതായത് ഇവിടെ ശരിക്കും 4 തന്നെയാ ബ്രെഡ്ത്ത്. അത് അവരവിടെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും അത് ശരിക്കും 4 തന്നെയാ വരുന്നത്. അപ്പോ ഈ ഒരു ബ്ലോക്കില് ലെങ്ത് 8 അല്ലെ, അവിടെ തന്നിട്ടുണ്ടല്ലോ ലെങ്ത് 8 ഉണ്ട്. ബ്രെഡ്ത്ത് ശരിക്കും പറഞ്ഞ എത്രയായിരിക്കും, ബ്രെഡ്ത്ത് 4 ആയിരിക്കും, ഹൈറ്റ് 2 ആയിരിക്കും. ഓക്കെ, ബ്രെഡ്ത്ത് 4ഉം ഹൈറ്റ് 2ഉം തന്നെയാ. അപ്പൊ ഇവിടെ വോളിയം സെയിം വാല്യൂസ് ആണ്, 8 4 2. അപ്പൊ ഇവിടെ വോളിയം വരുന്നത് 64 സെന്റിമീറ്റർ ക്യൂബ് എന്ന് തന്നെയാ. ഇനി നമുക്ക് ഇവിടെ ഒരു ബ്ലൂ കളറിൽ അടിച്ചില്ലേ ആളുടെ വോളിയം നോക്കാം. ബ്ലൂ കളർ, അപ്പൊ ബ്ലൂ കളറിൽ അടിച്ചു വെച്ച ബ്ലോക്കിന്റെ വോളിയം, ഇവിടെ ലെങ്ത് 4 ആണ്, ബ്രെഡ്ത്തും 4 ആണ്, ഹൈറ്റ് 2 ആയിരിക്കും. കാരണം ഇതൊരു യൂണിഫോം ഒരേപോലെ ഇരിക്കുന്ന ഒരു ബ്ലോക്കാ അല്ലെ, അപ്പൊ ഹൈറ്റ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കുള്ളൂ. അപ്പൊ 4 × 4 × 2 എന്നാ വരുന്നത്. ലെങ്ത് 4 ആണ്, 4 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 4 സെന്റിമീറ്റർ, അതുപോലെ ഹൈറ്റ് 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ 4 × 4 × 2 അതായിരിക്കും വോളിയം ആയിട്ട് വരുന്നത്. അപ്പൊ 4 × 4 16, 16 × 2 32 സെന്റിമീറ്റർ ക്യൂബ് ആണ് അവിടുത്തെ വോളിയം. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഈ റെഡ് കളറിലോട്ട് വരാം. റെഡ് കളറിൽ അടിച്ചു വെച്ചയാളുടെ ലെങ്ത് എന്ന് പറയുന്നത് 28 എടുക്കാം അല്ലെ, ഏറ്റവും ലോങ്സ്റ്റ് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ലെങ്ത് നമുക്ക് 20 സെന്റിമീറ്ററിന് എടുക്കാം. ബ്രെഡ്ത്ത് ഇവിടെ ശരിക്കും പറഞ്ഞ ടോട്ടല് 12 ഉണ്ട് അല്ലേ, ഈ 12ന്ന് 8 ആണ് ബാക്കി മറ്റേ ബ്ലോക്കിനൊക്കെ ആയിട്ട് മുറിച്ചു പോയത് 8 ആണ്. 12 മൈനസ് 8, 12ന്ന് 8 പോയാൽ എത്രയാ, ബാക്കി 4 ആണ്. ആ 4 ആണ് ഇവിടെ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? നോക്കിയേ, ഇവിടെ ടോട്ടൽ ആയിരുന്നു 12 ലെങ്ത്. അതിൽ നിന്ന് 8 ഇവിടെ കട്ടായി പോയിട്ടുണ്ട്. ഇപ്പുറത്തെ മഞ്ഞ കളർ അടിച്ച ബ്ലോക്കും ഈ ഗ്രീൻ കളർ അടിച്ച ബ്ലോക്കും എല്ലാം കൊണ്ടുപോയി. അപ്പൊ ആ 8 പോയി കഴിഞ്ഞാൽ 12ന്ന് 8 പോയ ബാക്കി 4 ആണ് അവിടെ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ബ്രെഡ്ത്ത് നമുക്ക് 4 ആയിട്ട് എടുക്കാം. ബ്രെഡ്ത്ത് 4 സെന്റിമീറ്റർ, പിന്നെ ഹൈറ്റ് വരുന്നത് 2 സെന്റിമീറ്റർ തന്നെയാണ്. അപ്പൊ ഇവിടുന്ന് എത്ര കിട്ടും വോളിയം? വോളിയം എന്ന് പറയുന്നത് എപ്പോഴും LBH തന്നെയാണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ 20 × 4 × 2 8, 8 × 2 16, അപ്പൊ 16 × 0 കൂടി കിട്ടും അല്ലെ, ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഇനി ഇതിന്റെ ടോട്ടൽ വോളിയം കിട്ടണമെങ്കിലോ, ഇപ്പൊ നമുക്ക് കിട്ടിയ വോളിയം എല്ലാം ആഡ് ചെയ്യണം. 160 ഉണ്ട്, 160 പ്ലസ് ഇവിടെ വന്നത് 64 രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലെ, 64 പ്ലസ് 64 പ്ലസ് 32 ഇതായിരിക്കും. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ശരിക്കുള്ള ടോട്ടൽ വോളിയം വരുന്നത്. നമുക്ക് ആഡ് ചെയ്യാം. അതിന് 160 എല്ലാം കൂടി ഒന്നിച്ച് ചിലപ്പോൾ കുട്ടികൾക്ക് ചെയ്യുമ്പോഴേ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് രണ്ടുപേര് വെച്ചെടുക്കാം. 160 പ്ലസ് 64 ചെയ്യാം ആദ്യം. ഓക്കെ, ഇവിടെ 4 വന്നു, 6 6 12, ബാക്കി ഒന്നുണ്ട്, 1 + 1 2 അല്ലെ, 220. ഇനി ബാക്കിയുള്ള രണ്ടുപേരാണ്, ഇവർ രണ്ടുപേരും നമ്മളിപ്പോ ആഡ് ചെയ്തു. ഇനിയുള്ളത് 64ഉം 32 ആ. 64 പ്ലസ് 32, അപ്പം 2 + 4 6 എന്ന് വന്നു, 6 3 9 എന്നും വന്നു. ഓക്കെ, 96. ഇനി ഇവർ രണ്ടുപേരും ഒന്നും കൂടി ആഡ് ചെയ്യണം അല്ലെ, 224ഉം 96ഉം ഇവിടെ തന്നെ വെച്ച് ആഡ് ചെയ്തേക്കാം. 6 4 10, ബാക്കി ഒന്നുണ്ട്, 1 + 9 10, 10 + 2 12, ബാക്കി 1 ഇവിടെയുണ്ട്, 1 + 2 3. അപ്പൊ 320 ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ആണ് വോളിയം ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലെ കോമ്പോസിറ്റ് ഫിഗേഴ്സ് വരുമ്പോൾ അതിനെ പല പല ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തരുടെയും വോളിയം എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. അങ്ങനെ 7th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. മൊത്തം 9 ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് 8ാമത്തെ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ ഫിഗേഴ്സ്. ഓക്കെ, ഇതിന് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ അതേ കാറ്റഗറി തന്നെ. ഇവിടെ നമുക്കിത് ഡിവൈഡ് ചെയ്തെടുക്കാം അല്ലെ.
ഒരേപോലത്തെ 2 ബ്ലോക്ക് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ ഇങ്ങനെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ എത്ര ബ്ലോക്കായി? ശരിക്കും പറഞ്ഞാൽ 3 ബ്ലോക്കായി. അതില് രണ്ടറ്റത്തുള്ളവരുടെ സ്വഭാവം സെയിമാ അല്ലെ? അങ്ങറ്റത്തും ഇങ്ങറ്റത്തും ഇരിക്കുന്നവര് ഒരേ കാറ്റഗറി പെട്ടവർ. അതെ, ഇയാളും അതേപോലെ ഇപ്പുറത്തിരിക്കുന്ന ബ്ലോക്കും ഒരേ ഡയമെൻഷൻസ് ആണ്. അപ്പൊ രണ്ടുപേരുടെയും വോളിയം സെയിം ആയിരിക്കും. പിന്നെ അതിന്റെ നടുക്കിരിക്കുന്ന ആളാണ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത്. ഇയാളുടെ മാത്രമേ ഉള്ളൂ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വോളിയം വരുന്നത് നടുക്കിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരുടെ വോളിയം നോക്കാം. നമുക്ക് ആദ്യം ഈ എന്താ പറയുന്നത്, രണ്ട് സൈഡിൽ എച്ച് എന്നുള്ള ലെറ്റർ ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ? എച്ചിന്റെ രണ്ടറ്റത്തുള്ള ആ വലിയ പോർഷൻസ് നോക്കാം. ഇവിടെ ലെങ്ത് 16 ആയിട്ട് എടുക്കാം അല്ലെ? ഇത് ലെങ്ത്, പിന്നെ ഇത് ബ്രെഡ്ത്ത്, അതുപോലെ ഇത് ഹൈറ്റ് ആണല്ലോ. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അപ്പൊ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതിൽ ലെങ്ത് 16 ഇൻറ്റു ബ്രെഡ്ത്ത് 4 ഇൻറ്റു 3. ഓക്കെ, അപ്പൊ ഇതില് 16 ഇൻറ്റു 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 12. അപ്പൊ ഇത് നോക്കാം നമുക്ക്. 16 12 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 ഇൻറ്റു 2 32 എന്ന് കിട്ടും. അതുപോലെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് എഴുതണം അല്ലെ? 1 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷന് 16 2, പിന്നെ 6 + 3 9 1. അപ്പൊ 192 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പൊ അതേ മെഷർമെന്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 192 തന്നെ ഉറപ്പാ സെന്റിമീറ്റർ ക്യൂബ്. ഇനി ആ നടുക്കത്തെ ആളുടെ കാര്യം നോക്കിയാൽ മതി അല്ലെ? നടുക്കത്തെ ആള് നമുക്ക് ആദ്യം അതിന്റെ മെഷേഴ്സ് നോക്കണം കേട്ടോ. കാരണം ഇവിടെ ഒരു മെഷർ വന്നിട്ടുണ്ട് 4 എന്ന്, വേറെ ഒന്നും അവിടെ വേണ്ടിയിട്ടില്ല. പക്ഷെ ഹൈറ്റ് നമുക്ക് ഊഹിക്കാം, ഹൈറ്റ് 3 തന്നെ ആയിരിക്കും. നമുക്കിപ്പോ തൽക്കാലം ലെങ്ത് 4 സെന്റിമീറ്റർ എന്നും ഹൈറ്റ് നമുക്ക് 3 സെന്റിമീറ്റർ എന്നും എഴുതാം. ബ്രെഡ്ത്ത് നമ്മൾ ആലോചിച്ചെടുക്കണം. ഓക്കെ, ഇത് ഞാൻ വരച്ച ക്ലൂ ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു 6 എന്ന് കാണുന്നില്ലേ? ഈ 6 അതായത് ഈ ഒരു ഫിഗറില് ഇവിടം തൊട്ട് ഇവിടം വരെ 6 ഉണ്ട്. ഇവിടം തൊട്ട് ഇവിടം വരെയും 6 ഉണ്ട്. അപ്പൊ 6 + 6 എത്രയായി? 12 ആയി. ഓക്കെ, ടോട്ടൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 16 ആ. കണ്ടോ, ടോട്ടൽ 16 ആണ്. ലെങ്ത് ടോട്ടൽ വലിയ ലെങ്ത് 16 ആ. അതിൽ 6 ഇവിടെ കഴിഞ്ഞു, 6 ഇവിടെയും കഴിഞ്ഞു. ഇത് 12 കഴിഞ്ഞു. 16 - 12 ചെയ്താൽ 4. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞ ഈ നടുക്കിരിക്കുന്ന ആ ഒരു പോർഷൻ ഒരു ക്യൂബാണ്. എല്ലാ സൈഡും സോറി ഹൈറ്റ് 3 ആണല്ലോ, അപ്പൊ ക്യൂബ് എന്ന് പറയാൻ പറ്റത്തില്ല. ശരി, ലെങ്ത് 4 ഉണ്ട്, ബ്രെഡ്ത്തും 4 ഉണ്ട്. ഓക്കെ, അങ്ങനെ എടുക്കാൻ പറ്റും. അപ്പൊ ബ്രെഡ്ത്ത് നമുക്ക് 4 സെന്റിമീറ്ററിന് എടുക്കാം. അപ്പൊ ആ നടുക്കിരിക്കുന്ന പച്ച കളർ അടിച്ചയാളുടെ വോളിയം ഇവിടെ കിട്ടും. വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് എന്ന് പറയുന്നത് 4, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4, ഹൈറ്റ് എന്ന് പറയുന്നത് 3. ഓക്കെ, ഇനി നമുക്ക് 4 × 4 16, 16 × 3, അപ്പൊ അത് ചെയ്യുമ്പോൾ 48 എന്ന് കിട്ടും. 48 സെന്റിമീറ്റർ ക്യൂബാ. കഴിയില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം അല്ലെ? ടോട്ടലാണ് ചോദിച്ചിരിക്കുന്നത്. 192 രണ്ട് പ്രാവശ്യമുണ്ട്. അപ്പൊ 192 + 192 + 48 ഇതെല്ലാം കൂടി ആഡ് ചെയ്താലാണ് ഫൈനൽ ആൻസർ കിട്ടുന്നത്. 192 ആദ്യം ആഡ് ചെയ്യാം. 192 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. 2 2 4, 9 9 18, ബാക്കി 1 3 അല്ലെ? ഇതിന്റെ കൂടെ 48 കൂടി ആഡ് ചെയ്യണം. 8 4 12, ബാക്കി 1 9 4 13, ബാക്കി 1 432. സോ 432 സെന്റിമീറ്റർ ക്യൂബ് ആണ് വോളിയം ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരും. ഇതും ഇതേപോലെ ഒരു T ആണ് വന്നിരിക്കുന്നത്. പല പല ബ്ലോക്ക് ആയിട്ട് മുറിച്ച് നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2 ബ്ലോക്ക് ആക്കിയാൽ മതി അല്ലേ? ഇത് കണ്ടോ, ഇങ്ങനെ ഒരൊറ്റ വര വരച്ച അപ്പുറത്തൊരു ബ്ലോക്ക് ഇപ്പുറത്തൊരു ബ്ലോക്ക്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പലതും അവർ ഡയറക്റ്റ് തന്നിട്ടുണ്ടാവില്ല, നമ്മൾ കണ്ടുപിടിക്കണം പലതും. ഇതില് ഇവിടെ ഇരിക്കുന്ന ബ്ലോക്കിന്റെ ലെങ്ത് അവർ നേരെ ചൊവ്വേ ഡയറക്റ്റ് തന്നിട്ടില്ല. ഓക്കെ, ഇവിടെ ഒരു 6 പറഞ്ഞിട്ടുണ്ട്. ആ 6 എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളൂ 6. ഇപ്പുറത്തും ഒരു 6, ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു 6 തന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയിലുള്ള ഒരു കുഞ്ഞു പോർഷൻ കാണുന്നില്ലേ? ആ ഒരു കുഞ്ഞു പോർഷന്റെ ഈ മഞ്ഞ കളറിൽ അടിച്ച പോർഷൻ, ഈ മഞ്ഞ കളറിൽ അടിച്ച പോർഷന്റെ ലെങ്ത് അറിയണമെങ്കിൽ ഇവിടെ വന്ന് നോക്കണം. ഈ 4 ആണ്. എന്നാലോചിച്ച് എനിക്ക് ഈ 4 ആയിരിക്കും ഇവിടത്തെ വിഡ്ത്ത് ആയിട്ട് വരുന്നത്. അത് തന്നെ ഇങ്ങോട്ടും വന്നത് അല്ലേ? കേട്ടോ,
അപ്പോഴാണ് നമുക്ക് ടോട്ടൽ ലെങ്ത് അവിടെ കിട്ടുള്ളൂ. 6 + 4 10, 10 + 6 16. അപ്പോൾ 16 സെന്റിമീറ്റർ ആയിരുന്നു ആളുടെ ലെങ്ത്. പിന്നെ ബ്രെഡ്ത്ത് ഹൈറ്റ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് ഇവിടെ ഇരിപ്പുണ്ട്, ഹൈറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നമുക്ക് ലെങ്ത്തും. അപ്പൊ വോളിയം കിട്ടുമല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ഈ മുകളിലുള്ള പോർഷൻ, ആ തലഭാഗം അല്ലെ, ആളുടെ വോളിയം കിട്ടും. വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. 16 × 4 × 3 ഇത് നമ്മളൊന്ന് ചെയ്ത പോലെ ഉണ്ട്. 16 × 12 എവിടെയോ ചെയ്തിട്ടുണ്ട് ഇന്ന് തന്നെ. 16 × 12 ചെയ്യാം. 6 × 12 ബാക്കി 1 2 2 1 3. ഓക്കെ, പിന്നെ ഇത് 16. ഓക്കെ, സോറി, അവിടെ 2 ആയിരുന്നു. 2 6 3 9 192. അപ്പൊ 192 സെന്റിമീറ്റർ ക്യൂബ് കിട്ടി. ഇനി താഴത്തെ ഭാഗം അല്ലേ, ഈ താഴത്തുള്ള ഭാഗത്തിന്റെ വോളിയം കണ്ടുപിടിക്കാനുണ്ട്. ഇവിടെ ഒരു 11 ഉണ്ട്. അത് തന്നെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എല്ലാം ഇവിടെ റെഡിയാണ്. ഇപ്പൊ ലെങ്ത് 11 ഉണ്ട്. ഇത് നമുക്ക് ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കാം, ഇത് നമുക്ക് ഹൈറ്റ് ആയിട്ടും എടുക്കാം. അപ്പം LBH വോളിയം എന്ന് പറയുമ്പോൾ 11 × 4 × 3 അല്ലെ. H എന്ന് പറയുന്നത് 3 ആണ്. ഇപ്പൊ 11 × 4 അതിന് വേണ്ട, ഏറ്റവും എളുപ്പം എങ്ങനെയാ, 4 × 3 12 അല്ലേ. അപ്പൊ 11 × 12. ഓക്കെ, 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ കണ്ടോണേ. 1 2 12ന്റെ അല്ലേ നമുക്ക് 11ന്റെ മൾട്ടിപ്പിൾ കിട്ടണ്ടേ. 1ഉം 2ഉം രണ്ട് സൈഡിൽ എഴുതിയിട്ട് 1 + 2 3 നടുക്കോട്ട് എഴുതിയാൽ മതി. 132 ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. 132 സെന്റിമീറ്റർ ക്യൂബ്. ഈ 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ കുറച്ചും കൂടി ചെയ്ത് നോക്കാം നമുക്ക്. 45 × 11. ഓക്കെ, 45 × 11 ചെയ്യുമ്പം 4 എഴുതി, 5 എഴുതി, 4 + 5 9 ഇവിടെ എഴുതി. കണ്ടോ, ചെറിയ നമ്പേഴ്സിന് ഇങ്ങനെ വരുമ്പോൾ കുഴപ്പമില്ല, എളുപ്പത്തിൽ കിട്ടും. അതുപോലെ ഒരു 72 ചെയ്യാം. 72 × 11. അപ്പൊ 7 ഇവിടെ എഴുതി, 2 ഇവിടെ എഴുതി. 7ന്റെയും 2ന്റെ സമ്മ് 7 + 2 9. കണ്ടോ, ഇനി 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എളുപ്പത്തിൽ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ. അതില് ഈ നമ്മൾ ഈ ആഡ് ചെയ്ത് എഴുതുന്ന സമയത്ത് ക്യാരി വന്നാൽ മാത്രമേ കുഴപ്പമുള്ളൂ. ചെറിയ ചെറിയ നമ്പറുകളൊക്കെ വരുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇപ്പം 81 ആണെന്ന് വിചാരിച്ചു. 81 × 11 ചെയ്യുമ്പോൾ 8 ഇവിടെ എഴുതി, 1 ഇവിടെ എഴുതി. 8ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. കണ്ടോ, പെട്ടെന്ന് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൽ പ്രശ്നം വരുന്ന ഒരു കേസ് കാണിച്ചു തരാം. 83 × 11 ആണെന്ന് വിചാരിച്ചു. അപ്പോ 8 ഇവിടെ എഴുതി, 3 ഇവിടെ എഴുതി. 8 + 1 സോറി 8 + 3 11 ആണ്. ആ 11 ഇവിടെ കൊണ്ട് എഴുതരുത്, അപ്പൊ തെറ്റിപ്പോകും. അങ്ങനെ എഴുതരുതെന്നേ ഉള്ളൂ. അങ്ങനെ ക്യാരി വരുന്ന 1 ഡിജിറ്റ് സം ചെയ്യുമ്പോൾ 1 ഡിജിറ്റ് വരുന്ന നമ്പേഴ്സ് ഒന്നും കുഴപ്പമുണ്ടാവില്ല. ഇത് തെറ്റിപ്പോകും. അപ്പൊ 83 × 11 വരുമ്പോൾ ചുമ്മാ ഷിഫ്റ്റ് ചെയ്തങ്ങ് എഴുതിയാൽ മതി അല്ലെ. 83 ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് എഴുതിയിട്ട് ആഡ് ചെയ്തേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അല്ലെങ്കിലും ചെയ്യാം, പക്ഷെ എന്നാൽ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ചെറിയ നമ്പേഴ്സ് വരുമ്പോൾ എളുപ്പത്തിൽ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ശീലമാക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് പഠിപ്പിക്കാൻ വിചാരിച്ച 9 ക്വസ്റ്റ്യൻസും പഠിപ്പിച്ചു കഴിഞ്ഞു. കുട്ടികൾക്കെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.